ഈ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരുടെയും ചിന്ത അറ്റ് എ ടൈം ഒരേ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് പണി കിട്ടിയതിന്റെ വിഷമത്തിൽ ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വന്നതിന് ശേഷം ഇനിയൊന്ന് ബീച്ചിൽ പോയാലോ എന്നും ഒരുമിച്ച് പറഞ്ഞു. അങ്ങനെ ബീച്ചിലെത്തിയത് എന്റെ വിഷമമൊക്കെ എവിടെയോ പോയി. അല്ലെങ്കിൽ എനിക്ക് ബീച്ച് കണ്ട വിഷമങ്ങളൊക്കെ മാറും. ആ കാറ്റ് കൊണ്ടാൽ തന്നെ മുക്കാലും വിഷമം തീർന്നു. മുഴപ്പിലങ്ങാട് ബീച്ചിൽ പുതിയ വോക്ക് വേ വന്ന കാര്യമൊക്കെ നിങ്ങൾ അറിയണ്ടാവല്ലോ. അതിന് മുന്നേ ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ഗൈസ്. ഇതാണ് മുഴപ്പിലങ്ങാടുള്ള ആ ഒരു ബീച്ച് പാർക്ക്. ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഇതാണ്. ആളൊന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കാട് പിടിച്ച് നാശകോശമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞ് അവിടെ. ഇതൊരു ഡ്രൈവിംഗ് ബീച്ച് ആയതുകൊണ്ട് അത്യാവശ്യം കുറെ വണ്ടികളൊക്കെ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുന്നു. ആദ്യം കുറച്ചു നേരം ഞങ്ങൾ അതിലൂടെ നടന്നെങ്കിലും വണ്ടി പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ മെല്ലെ സൈഡിലേക്ക് പോയിരുന്നു. അതാണ് നമുക്ക് നല്ലത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാ ഇനി വോക്ക് വേയിൽ വരെ പോയിട്ട് വരാന്ന് കരുതി. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്റ്റാർ ഫിഷ് ഞാനൊന്നും മെല്ലെ തട്ടി നോക്കി. ജീവനുണ്ടോന്ന് അറിയണല്ലോ. അങ്ങനെ വോക്ക് വേയിൽ എത്തിയിട്ട് കുറച്ചു നേരം ആകാശമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര കുറച്ച് നടന്നു. ബേസിക്കലി ഞങ്ങൾ രണ്ടും മടിയന്മാരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എൻട്രി വഴിയൊന്നും കയറിയില്ല. ഇതുപോലെ പകുതി വെച്ചൊരു സ്റ്റെപ്പ് കണ്ടപ്പോൾ കയറിയും പോകും. അതാകുമ്പോൾ അത്ര നടക്കണ്ടല്ലോ ഇത്